കോരിയാട് ദേശീയപാത അപകടം നടന്നിടത്ത് പാലം പണിയണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പാലം മാത്രമാണ് പരിഹാരമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വിദഗ്ധ അഭിപ്രായത്തിൻ്റെ മുമ്പ് തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, ഈ നാടറിയുന്ന മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്, ഈ മണ്ണ് പരിശോധിക്കണം, ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ്. ആ മണ്ണ് അവരെ ചതിച്ചു. ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു. അത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. വിദഗ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല. വാർത്താമാധ്യമങ്ങളിൽ വന്നാണ്. ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു, ഔദ്യോഗികമായി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ശരിയാവണമല്ലോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി, വിദഗ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല, അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത്. പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു, അവിടെ പാലേ പറ്റുള്ളൂ. വെള്ളം ഒഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാലം വേണം. പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ്. ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ പാലം വേണം. കൂരിയാട് ദേശീയപാത അപകടം മണ്ണ് പരിശോധന വേണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. മണ്ണറിയാത്തവർ വന്ന് എന്തൊക്കെയോ കാണിച്ചുകൂട്ടി. റോഡ് പുതുക്കി പണിയണം, അവിടെ പാലം പണിയണം, പാലമാണ് പരിഹാരമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF കൂടി അന്തിമ തീരുമാനമെടുക്കും. PV അൻവറിന്റെ വിഷയത്തിൽ കൂടിയാലോചന നടത്തി UDF അറിയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. അതിപ്പോൾ ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരുണ്ട്, വൈകുന്നേരം അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കട്ടെ. UDFിൻ്റെ ഒരു നിലപാടുണ്ടാവും. ആ നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയും ചെയ്യും. PV അൻവറിന്റെ വിഷയത്തിൽ ഇപ്പൊ അനന്തമായ നീളമാണല്ലോ ചർച്ചകൾ. കക്ഷിയാക്കാൻ തീരുമാനിച്ചു, പ്രഖ്യാപനം വന്നില്ല. ഇപ്പൊ അൻവർ മത്സരിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ അൻവറിന്റെ പാർട്ടി നടത്തുന്നുണ്ട്. അല്ല, അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അതല്ല ഞാൻ പറയട്ടെ. ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. UDF തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും. ഈ ഇഷ്യൂ, അൻവറിൻ്റെ ഇഷ്യൂ, അത് സംബന്ധിച്ചും കൂടിയാലോചന ഉണ്ടാവും. കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് UDFിൻ്റെതായ ഒരു അഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം.